എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പിരിയാം. ആ വരി. നിങ്ങൾക്ക് എങ്ങോട്ടാ? അപ്പൊ കോഴി ബിരിയാണി വരച്ചതാന്ന് പറഞ്ഞില്ലേ, അതവിടുന്ന? കോഴി ബിരിയാണിയോ? ആ, അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ അതിന് പുറപ്പെട്ടതാ നിങ്ങള്? ഉണ്ടാകുന്ന കോഴിക്കോടി ഇവിടുന്ന്. ആ നടക്കി. ഓ ആയിക്കോട്ടെ, എങ്ങോട്ട് വരീന്ന്? വരി. നിങ്ങൾ രണ്ടും മനസ്സിലെടുത്ത് വരും തരുമോ? എനിക്ക് ഈ ഐസോസിനോടൊരു കാര്യം പറയാണ്ട്. നിങ്ങളൊന്ന് പോയി തരുമോ? നടക്കി. ഇവിടെ പോയി 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 പോയി. വാ. എന്താ വീരാൻ എനിക്കൊരു ഒഴിച്ചുകളി? ഈ സംഗതി പറയും. എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക്. ആ ഇതിപ്പോ എന്തിനാന്ന് മനസ്സിലായില്ല. നിന്റെ പെണ്ണുങ്ങള് ഗൾഫിലാണെന്ന് എനിക്കറിയാലോ. ആ ആ അത് ശരി. ഓളിപ്പോ പൈസ അയച്ചിട്ടുണ്ടല്ലേ? അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു 250 തരണം. 100 ഇപ്പൊ ഒരു സംഖ്യ അല്ല. ഈ എന്താണ് പറയണത്? ഇത് അഡ്വാൻസ് ആണ്. അഡ്വാൻസോ? അതെന്തിന്? അതെ, ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഉത്തരിക്കുക. കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്തൊരടങ്ങാറ്. അപ്പോ ഒരു പെണ്ണ് കെട്ടണമെന്നുണ്ട്. അത് ഈ ശരിയാക്കി തരണം. അന്റെ പെണ്ണുങ്ങളോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയും. അപ്പൊ പിന്നെ എന്റെ ചെലവക്കാർ നോക്കും, ഈ നോക്കുവോ? അനക്ക് ഇനി ഒരു കല്യാണം ഉണ്ടാക്കാന്ന് പറഞ്ഞാല് എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ. എന്നാലും ഞാൻ നോക്കാം. പക്ഷെ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല. ആ തുടക്കം നന്നായി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒടുക്കം ചക്കച്ചവണി അന്നാക്ക് കുടുങ്ങിയ മാതിരി ആയി പോരുത്. ഇല്ല, സ്ത്രീധനത്തിന്റെ 15% അനക്ക്. വീരാൻ വാക്ക് പറഞ്ഞാ വാക്കാം. പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം. പെണ്ണ് തെരഞ്ഞ് ഈ നാടായ നാട് മുഴുവൻ നടക്കണ്ട. പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ അതൊന്ന് ഏലാക്കി തന്നാ മതി. മൂർഖമ്പാമ്പിന് ചേര കടിച്ചേ. ആക്കെ പോട്ടെ. ഏതാ പെണ്ണ്? ഞമ്മളെ കാതലാക്കാന്റെ മരുമോളില്ലേ, ആ സുൽഫീക്കർ പഴപ്പിച്ച പെണ്ണ്. ഓൾ എന്തായാലും മൊയ്യലിക്കണം എന്നാണ് കാതലാക്കാന്റെ പെണ്ണുങ്ങളെ തീരുമാനം. അപ്പൊ പിന്നെ ആ കുട്ടിക്കൊരു അണതുണ വേണ്ടേ? അന്റെ പേഴ്സിൽ 500 നോട്ടുണ്ടോ? എന്തിനാ? ഉണ്ടോ നോക്ക്. ഇതിലൊക്കെ 100 നോട്ടാ. 300 ഉള്ളൂ. 300 300. എന്തിനാ ഞാനിപ്പോ ഇത് എടുത്തതെന്ന് ജാലേക്കുണ്ടാവും. പറഞ്ഞുതരാം. അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം 300 റുപ്യന്റെ തൈല എനിക്ക് ആവശ്യം വരും. അതിനാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഈ ആ പെണ്ണിന്റെ അഡ്രസ് മുഴുവൻ അങ്ങോട്ട് വാങ്ങി തരണം. മാത്രല്ല ഓളെ മൊയ് ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം. ബാക്കി കാര്യം ഞാനേറ്റ്. ഈ ധൈര്യമായിട്ട് പോ.